കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഷോർട്സ് വീഡിയോ കണ്ണിൽപ്പെട്ടത്. എനിക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എന്തുകൊണ്ടാണ് ചേച്ചി ഡോക്ടറായിട്ട് ജോലി ചെയ്യാത്തത്? അതിന് ഞാൻ ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പറയാം. നമ്മൾ ഒരു 5.5-6 വർഷം ഈ കോഴ്സ് പഠിച്ച് ആൾക്കാർ ഈ ഹൈപ്പൊക്കെ തന്ന അതാണ് ഇതാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളമാണ്. ഓക്കെ, അതും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നക്കാപ്പിച്ച തരുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവിടെ എല്ല് നുറുങ്ങണ വരെ പണിയെടുക്കണം. ചില ദിവസങ്ങളിൽ 36-48 ഷിഫ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ലീവും ഇല്ല, ഞായറാഴ്ചയും ഉണ്ട്, എല്ലാ പബ്ലിക് ഹോളിഡേയ്സും വർക്കുണ്ട്. ലീവ് പോട്ടെ, ഉറക്കം പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ ജോലി എടുത്തിട്ട് നമുക്ക് തരുന്ന ശമ്പളമാണ് 40,000 രൂപയെ മാസം ശമ്പളം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഷോർട്സ് ആണ്. സംഭവം 40,000 രൂപയെ നക്കാപ്പിച്ച എന്ന് പറഞ്ഞത് പലർക്കും അത്ര രസിച്ചിട്ടില്ല. വീഡിയോയിൽ പറയുന്നത് മെയിൻ ആയിട്ടും 3 കാരണങ്ങളാണ്. 1, 5-6 വർഷം കുത്തിയിരുന്ന് പഠിച്ചതിന്റെ കഷ്ടപ്പാട്. 2, 36 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ തുടർച്ചയായി പണിയെടുക്കേണ്ടി വരുന്നത്. 3, മറ്റുള്ളവർക്ക് ലീവ് കിട്ടുന്ന പബ്ലിക് ഹോളിഡേയ്സിൽ പോലും ലീവ് എടുക്കാൻ പറ്റാതെ ജോലിയെ ജീവിതം എന്ന് കരുതി ജീവിക്കേണ്ടി വരുന്നത്. ഇത് 3 കൂടി നോക്കുമ്പോൾ MBBS കഴിഞ്ഞ തുടക്കക്കാർക്ക് 40,000 നക്കാപ്പിച്ചയാണ് എന്നാണ് ഈ വീഡിയോ ഇട്ട ആളുടെ അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായത്തെ എതിർക്കുന്ന കുറെ പേര് കമന്റ് ബോക്സിൽ കണ്ടു. അതായത് ഒരാൾ താൻ എടുക്കുന്ന ജോലിക്ക് താൻ കൂടുതൽ റിവാർഡ് അർഹിക്കുന്നു എന്ന് കരുതുമ്പോൾ അതിനെ എതിർക്കുക, അല്ല നിങ്ങൾ ഈ ജോലി തന്നെ തുടരണം എന്ന് പറയുക. സംഭവം ഇത്തിരി വിയേർഡ് അല്ലേ? അപ്പൊ അങ്ങനെ പറയുന്നവരുടെ റീസൺസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 3 കാരണങ്ങളാണ് കിട്ടിയത്. 1, ഡോക്ടർ ആവുക എന്നതൊക്കെ ഒരു സേവനം മൈൻഡ് സെറ്റിൽ ചെയ്യേണ്ടതാണ്. അതായത് പണമാകരുത് ലക്ഷ്യം എന്ന റീസൺ ആണ്. അപ്പൊ സമൂഹത്തിൽ ചിലരൊക്കെ പണം ലക്ഷ്യമാക്കരുത്, പക്ഷെ ഞങ്ങളെ പോലുള്ള മറ്റു ചിലർക്ക് അതാകാം. ആ ഒരു തോട്ട് ശരിയാണോ? പണം അഥവാ ജോലി ചെയ്യുന്നതിനുള്ള കൂലി ജോലി ചെയ്യുന്നതിൽ ഒരു ലക്ഷ്യമാകരുത് എന്ന് പറയാനുള്ള ആ ഒരു ചിന്തയൊക്കെ എവിടെ നിന്നാണ് ശരിക്കും വരുന്നത്? വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളോട് അവിടുത്തെ HR കൊടുക്കുന്ന ചില പെപ്ടോക്കുകളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ പണമല്ല ലക്ഷ്യമാക്കേണ്ടത്, എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കൂലി കൊടുക്കാതെ ജോലിക്കാരെ നേടുക. കാരണം ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊന്നും പണത്തിനുപരി മറ്റെന്തെങ്കിലും മൂല്യത്തിൽ വിശ്വസിക്കുന്നവരല്ല. മതം ദാരിദ്ര്യത്തെ ഗ്ലോറിഫൈ ചെയ്ത് പാവങ്ങളെ പറ്റിക്കുന്ന പോലെ ഏർപ്പാട് തന്നെയാണിത്. പക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് പോലും ആ ഒരു തോട്ട് എത്തിക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് അത്ഭുതം. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം. ഏത് ഫീൽഡിലായാലും നമുക്കൊരു റീപ്ലേസ്മെന്റ് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ നമ്മൾ വളരണം. അപ്പോൾ നമുക്ക് വേണ്ട സമ്പത്തെല്ലാം കിട്ടിക്കോളുമെന്ന് KGF BGM ഒക്കെ ഇട്ട് അടിക്കാൻ പറ്റിയ നല്ലൊരു ഡയലോഗാണ്. പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഏത് ജോലിയാണെങ്കിലും നമ്മളെ റീപ്ലേസ് ചെയ്യലൊക്കെ എളുപ്പമാണ്. അങ്ങനെ വല്ലാത്ത രീതിയിൽ വളരുന്ന 1-2 പേർക്ക് ന്യായമായ ശമ്പളം കൊടുക്കൂ എന്ന ലോജിക്കിനെയൊക്കെ സാധാരണക്കാർ വരെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഉദാഹരണത്തിന് ഈ കമന്റ് ഇട്ടയാൾ ഒരു ടീച്ചറാണെന്ന് വെക്കുക. ബാക്കി എല്ലാ ടീച്ചേഴ്സിനേക്കാളും മെച്ചമായാൽ മാത്രമേ ഇയാൾക്ക് മാന്യമായ ശമ്പളം കിട്ടൂ എന്ന് വന്നാൽ എങ്ങനെയുണ്ടാകും? അടുത്തൊരു റീസൺ കുറച്ചുകൂടെ കോമഡിയാണ്. ആളുകൾ തങ്ങൾക്ക് കിട്ടുന്ന സാലറിയുമായി ഈ 40,000 കമ്പയർ ചെയ്യുകയാണ്. എനിക്ക് ടീച്ചറായിട്ട് 15,000 ഉള്ളൂ, എനിക്ക് BDS കഴിഞ്ഞിട്ട് 8,000 ഉള്ളൂ, അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 40,000 നല്ല സാലറി ആണെന്നും നക്കാപ്പിച്ച അല്ലെന്നുമാണ് പറയുന്നത്. ശരിയാണ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 40,000 നല്ല സാലറി തന്നെയാണ്. പക്ഷെ എന്തിനാണ് അതൊക്കെ വെച്ച് നോക്കുന്നത്? BDS കഴിഞ്ഞ ഒരാൾക്കും BEd കഴിഞ്ഞ ഒരാൾക്കും 10,000-നും 15,000-നും ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്നത് ദയനീയമായ അവസ്ഥയാണ്. 40,000-ത്തേക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുവെന്ന് ഈ ഷോർട്സ് ഇട്ട വ്യക്തിക്ക് തോന്നിയതുപോലെ അവർക്ക് തോന്നാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് തോന്നാത്തത് കൊണ്ട് നിങ്ങൾക്കും തോന്നരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അടുത്തൊരു റീസൺ കൂടിയുണ്ട്, അതാണ് ഏറ്റവും മികച്ചത്. ഡോക്ടർ ജോലി ഒരു സംഭവമാണ്, അതിൽ ശമ്പളം കുറവാണെങ്കിലും പഠിച്ചത് അതാണെങ്കിൽ അത് തന്നെ ചെയ്യണം എന്നതാണ് റീസൺ. ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലിയിൽ ശമ്പളം കുറവാണെന്ന് തോന്നിയാൽ അത് ഉപേക്ഷിച്ച് വേറൊന്നും നോക്കരുത്, അതിൽ തന്നെ പിടിച്ചു തൂങ്ങണം. എന്ത് ചെയ്യണമെന്ന ആളുകളുടെ ബേസിക് റൈറ്റിനെ പോലും മാനിക്കാത്ത അഭിപ്രായ പ്രകടനം. എനിക്ക് തോന്നുന്നത് ആളുകൾ എന്ത് ജോലി ചെയ്യുന്നു, അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ സാലറി അവർ ഡിസേർവ് ചെയ്യുന്ന അത്ര ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കൽ, ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും അവകാശമാണ്. അത് പറ്റില്ല, നീ ഈ ജോലി തന്നെ ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. അത്രയ്ക്ക് ടോക്സിക് ആകേണ്ട ആവശ്യം നമുക്കുണ്ടോ? അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.